ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചപ്പാത്തീൻ്റെ കൂടെയും പൊറോട്ടേൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ട് ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ കൂടുതൽ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കും. ഇനി ഒരു പാനിൽ നമുക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം ഒരു മീഡിയം സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ചായിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വന്നാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു വലിയ സ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തത് നീളത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും കറിവേപ്പില ഈ സമയം ചേർത്ത് കൊടുത്താൽ. അപ്പം നാടൻ ഒരു ചിക്കൻ വരട്ടിയതായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അപ്പം ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്തിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ചിക്കൻ ചേർത്ത് വഴറ്റുന്ന സമയത്ത് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് വഴറ്റാൻ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഇതിലേക്ക് ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ, അതൊന്നും കൂടെ ചേർക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുന്നതുകൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് മുളക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ചില്ലി പേസ്റ്റാണ് ചേർക്കുന്നത്. മുളക് പൊടി ആയിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. മുന്നേ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ച ചില്ലി പേസ്റ്റായിരുന്നു. അപ്പോൾ അതിലേക്ക് ചില്ലി പേസ്റ്റിൻ്റെ കൂടെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ മിക്സിയിൽ അരച്ചത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഒരു ചില്ലി ഗാർലിക് പേസ്റ്റ് എന്നുള്ള ആ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മുന്നേ തയ്യാറാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മതി. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം നോക്കണം. അപ്പോൾ നല്ല പോലെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് ഞാനിതിപ്പോൾ തയ്യാറാക്കുന്നത്. ഈ ചിക്കൻ്റെ അകത്ത് തന്നെ കുറച്ച് വെള്ളം ഇതിലേക്ക് വരും. അപ്പോൾ ചിക്കനും മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ടിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഫീഡ്ബാക്ക് പറയാനും കൂടെ മറക്കല്ലേ. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.